സതീശന് എന്തൊക്കെ ചീത്ത വിളിച്ചവനാണ് വെള്ളാപ്പള്ളിയുടെ അസിസ്റ്റന്റ്. തുഷാർ വെള്ളാപ്പള്ളി ബൊക്കയും പിടിച്ചോണ്ട് പോയില്ലേ സതീശനെ കാണാനായിട്ട്. അത് വരുമ്പോൾ ഇവൻ SNDPO വൈസ് പ്രസിഡന്റ്, അല്ലാത്തപ്പോൾ അയാൾ NDAയുടെ കൺവീനർ. ഗോകുലം ഗോപാലിന്റെ മെഡിക്കൽ കോളേജിലുള്ള കന്നുകാലിക്കൂടിന്റെ വിലയില്ലാത്തവരാണ് ഗോകുലം ഗോപാലിനെ ആക്ഷേപിക്കുന്നത്. തെറ്റല്ലേ? എന്ത് ചെയ്യാനാണ് നമ്മുടെ സമുദായം ഇങ്ങനെ, ഞങ്ങളുടെ സമുദായം ഇങ്ങനെ നശിച്ചു പോയി. ഇത്രയും റെസിപ്രോക്രസി ഇല്ലാത്ത, ഇത്രയും നന്ദിയില്ലാത്ത ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് സംശയം. ഞങ്ങളെപ്പോഴുള്ള ആളുകളുടെ ജീവിതം കൊടുത്തത്. ഗോകുലം ഗോപാലനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആരോപണങ്ങൾ ശരിയെങ്കിൽ, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും അതല്ല എങ്കിൽ അവർ നിരപരാധികളാണെന്ന് തെളിയുകയും ചെയ്യണം. God sees the truth but waits എന്നവർ. ദൈവം സത്യം കണ്ടുപിടിക്കും, സമയമെടുക്കും. ഇപ്പം മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് പറഞ്ഞ ആളുടെ അനുയായിയാണല്ലോ തുഷാർ സാർ. തുഷാർ സാർ പറയുന്നത് മദ്യം ഉദ്ദേശിക്കുന്നത് കള്ളിനെ കുറിച്ച് മാത്രമാണ്, ബ്രാൻഡിയെ കുറിച്ച്, വിസ്കിയെ കുറിച്ച്. അത് വിൽക്കുകയോ കുടിക്കുകയോ ചെയ്യാം. കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ സെറ്റിൽമെന്റുകൾ നടന്നിട്ടുണ്ട് ഒരുപാട്. അവരാണ് വന്ന് ഈ ഗോകുലം ഗോപാലിനെ പോലുള്ള ആളുകളെ ആക്രമിക്കുന്നത്. തെറ്റാണത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ എന്ത് ചെയ്യാനാണ് നമ്മുടെ സമുദായം ഇങ്ങനെ, ഞങ്ങളുടെ സമുദായം ഇങ്ങനെ നശിച്ചുപോയി. ഞങ്ങളുടെ വിധി തലപ്പത്തിരിക്കുന്നവരുടെ പ്രശ്നം തന്നെ. ഞാൻ ചോദിക്കട്ടെ, SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ത്രി ഇരിക്കുന്ന സ്ഥലം ശരിക്കും SNDP യോഗത്തിന്റെ അല്ല. ഞാൻ വിവരാവകാശ പ്രകാരം എടുത്തിട്ടുണ്ട്. അത് ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള പ്രോപ്പർട്ടിയിലായിരിക്കുന്നത്. ആ സ്ഥലത്താണ് ഇയാൾ 8 കോടി രൂപ റിനോവേഷൻ ആയെന്ന് പറഞ്ഞ് കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ പഴയ ഭിത്തിയൊക്കെ ഒന്ന് പ്ലാസ്റ്റർ പൊളിച്ചിട്ട് വീണ്ടും തേച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ഗുരുദേവന്റെ ക്ഷേത്ര മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇറച്ചി മീനും വിൽക്കുക. അതാ ഈ ക്രിസ്ത്യാനിക്കും വേണം വാടകയ്ക്ക് കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലായോ? തീർച്ചയായിട്ടും നമുക്കതൊന്നും വിഷയമല്ല. പക്ഷേ ഇയാൾ വരുന്നതിന് മുമ്പ് കരുണാകരൻ മന്ത്രിസഭ ഇരുന്നപ്പോൾ ഗോപിനാഥൻ വക്കീലിന് ഈ ഹൈവേയുടെ സൈഡിൽ 50 സെന്റ് ഭൂമി സൗജന്യമായിട്ട് പതിച്ചു കൊടുത്തു ആസ്ഥാനമന്ത്രിയും പണിയാൻ. ഇതിനു മുമ്പിരുന്ന യോഗം ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ വക്കീൽ, അന്ന് അദ്ദേഹം 5 എയ്ഡഡ് കോളേജ് ഉണ്ടാക്കി കേരളത്തിൽ. ഗോപിനാഥൻ വക്കീൽ ഇയാൾക്ക് ഒറ്റയാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഒറ്റ SNDP യോഗത്തിന്റെ പേരിൽ ഒറ്റ എയ്ഡഡ് കോളേജ് 32 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ആരാ എടുക്കാൻ? ഞാൻ ചോദിക്കട്ടെ, 96-ൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും തന്നില്ലേ, ഞങ്ങൾ ജാതി പറയും, ജാതി പറയണം, ജാതി പറയും, ജാതി പറയണം, മറ്റ് ജാതിക്കാരെ മതക്കാരെ ആക്ഷേപിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടും ഇയാൾ ഇപ്പോഴും പറയുകയാണ് 96-ൽ പറഞ്ഞ അതേ വാചകം 2026-ലും പറയാം. ഇയാൾ കഴിവിലും പ്രാപ്തിയിലും ഇയാൾ ഇട്ടിട്ട് പോകണ്ടേ? ഈ തിരുട്ട് കുടുംബമാണ് കൊണ്ടുനടക്കേണ്ടത്. വേറെ ആണുങ്ങളില്ല ഇതിനകത്ത്. ചങ്കൂറ്റം പവറുള്ള കരുത്തുള്ള ആണുങ്ങളെ വന്നതിനകത്ത് ഏൽപ്പിക്കട്ടെ. വരെ 32 വർഷം പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല നീ ഈ കുടുംബം പറയുമ്പോൾ ഈ കൊള്ളില്ലാത്ത കുടുംബം എന്തിനാ ചുമന്നു നടക്കുന്നത്? കൊള്ളാവുന്നവരെ ഏൽപ്പിക്കട്ടെ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? 32 വർഷം കൊണ്ട് ഇയാൾക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. ഗോപിനാഥൻ വക്കീൽ 5 എയ്ഡഡ് കോളേജ് ഒരു ടൈമിലുണ്ടാക്കി. 32 കൊല്ലം കൊണ്ട് 1 എയ്ഡഡ് കോളേജ് ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളിയുടെ പറ്റിയിട്ടില്ല. അയാൾ സമരത്തിലാണ്, ആക്ഷേപിക്കലാണ്, മഹാസമ്മേളനങ്ങൾ പലത് നടത്തി. പുറകെയാണ് അയാൾ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. വല്ല കാര്യമുണ്ടോന്നേ? ഇപ്പൊ തന്നെ എത്ര മിതമായിട്ടും മയമായിട്ടും എത്ര നല്ല കുട്ടിയായിട്ട് സതീശനെ കുറിച്ച് വല്ലതും പറഞ്ഞു. സതീശനെ എന്തെല്ലാം വിളിച്ച്, സതീശന് എന്തൊക്കെ ചീത്ത വിളിച്ചവനാണ് വെള്ളാപ്പള്ളിയുടെ സാർ. തുഷാർ വെള്ളാപ്പള്ളി ബൊക്കയും പിടിച്ചോണ്ട് പോയില്ലേ സതീശനെ കാണാനായിട്ട്. അത് വരുമ്പോൾ ഇവൻ SNDPO വൈസ് പ്രസിഡന്റ്, അല്ലാത്തപ്പോൾ അയാൾ NDAയുടെ കൺവീനർ. അത് ആലോചിച്ച് നോക്കി, എത്രയോ നികൃഷ്ടമാണ്, എത്രയോ മ്ലേച്ഛമാണ്. അതായത് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണോ എല്ലാവരും തെറി വിളിക്കാൻ? ഗോകുലം ഗോപാലിനെ ചീത്ത വിളിക്കാൻ ഇവനാരാ? അയാളെയാക്കാൻ മറ്റേ അദ്ദേഹത്തിൻ്റെ ആ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജ് ഒരു പശുക്കൂട് നിറച്ച് 10 ചുലാൻ പശുക്കൾ നിൽപ്പുണ്ട്. ആ കൂടിൻ്റെ വിലയില്ല ഇവൻ അയാളുടെ താരതമ്യം ചെയ്യാനായിട്ട്. ഗോകുലം ഗോപാലിൻ്റെ മെഡിക്കൽ കോളേജിലുള്ള കന്നുകാലിക്കൂടിൻ്റെ വിലയില്ലാത്തവരാണ് ഗോകുലം ഗോപാലിനെ ആക്ഷേപിക്കുന്നത്. തെറ്റല്ലേ അത്? അദ്ദേഹം എത്രയോ പേർക്ക് ഉപജീവനത്തിനുള്ള മാർഗം കൊടുക്കുന്നു. എത്രയോ ലക്ഷം കുടുംബങ്ങളല്ല, എത്രയോ ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നു. അതെ, മാനേജ്മെന്റ് അംഗീകരിക്കേണ്ട ഒന്ന് തന്നെയാണ്, അംഗീകരിക്കേണ്ടതാണ്. അപ്പം ആ മനുഷ്യനെ പോലുള്ള ആളുകളെ ഇങ്ങനെ വന്നിരുന്ന് എന്തും പറയാം, ചോദിക്കാനും പറയാൻ ആളില്ല. അതിന് കോടതി ചോദിക്കട്ടെ. അതെ, ഈ പറഞ്ഞതെല്ലാം തെളിയിക്കണം. നിരപരാധിത്വമാണെങ്കിലും അല്ലെങ്കിൽ ട്രൂത്ത് ആണെങ്കിൽ റിവീൽ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത് എന്ത് റിവീൽ ചെയ്യും? അല്ല,
ട്രൂത്ത് ആണെങ്കിൽ എന്തും ഞാൻ പറഞ്ഞതിനകത്ത് ഞാനിപ്പോൾ സത്യങ്ങൾ കുറേ നിങ്ങളോട് പറയുകയാണ്. അത് അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സത്യമാണെന്ന രീതിയിൽ നിങ്ങളോട് പറയുമ്പോഴാണ് അത് ഒഫൻസ് ആകുന്നത്. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് ആൻ ഒഫൻസ്. ഇദ്ദേഹം തെളിയിക്കട്ടെ. ഗോപാലേട്ടനെ കണ്ടിട്ട് ഫ്രാഞ്ചിയായിട്ട് സിനിമ എടുത്തെന്നൊക്കെ ഇയാൾ പറയാം. ഇതിനേക്കാൾ വലിയ ഫ്രാഞ്ചിയല്ലേ ഈ വെള്ളാപ്പള്ളിയുടെ അച്ഛൻ. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടപ്പല്ല, ഈ നടപ്പുമായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ് ഫ്രാഞ്ചിയേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞു. അതായത് ഈ ഞാൻ പറഞ്ഞ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചിയേട്ടൻ നടേശൻ സാറാണ്. അദ്ദേഹം ഒരു പോസ്റ്റാണല്ലോ ഇങ്ങനെ ഒരു വീതിയുള്ള പുളിയിലക്കര മുണ്ടും വടിവുള്ള ഷർട്ടും ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇതെന്ന് വെച്ചു ഈ 93 വയസ്സുള്ള മനുഷ്യൻ ഇപ്പോഴും ഡൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഗോപാലൻ ഡൈ ചെയ്തിട്ടുണ്ടോ? അപ്പം കാലം വരുത്തിയ നിറം മാറ്റത്തെ ചായ മേടിച്ച് 93 വയസ്സായിട്ട് നിറം മാറ്റി നിർത്തിയിരിക്കുന്ന ആളാണ് നടേശൻ സാർ. അപ്പോൾ യഥാർത്ഥ ഫ്രാഞ്ചിയാര ഗോപാലൻ കലർപ്പില്ല, അദ്ദേഹത്തിൻ്റെ ജനുവിൻ അത് നടക്കുന്നു. അപ്പം ഇതുകൊണ്ട് വ്യക്തിഹത്യ തുഷാർ സാറിന് നല്ലതല്ല. ദാറ്റ് ഇസ് മൈ കൺക്ലൂഷൻ. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തേ കോട്ടയം SNDP യൂണിയൻ തുടങ്ങിയ ജിസാറ്റ് സംരക്ഷിക്കാൻ കഴിയാഞ്ഞ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവരൊന്ന് കാലേ കയ്യെ പിടിച്ചതല്ലേ? 3-4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും ഒരുപാട് വാഹനങ്ങളും എല്ലാം ബാങ്കിൽ കൊണ്ടുപോയില്ലേ തുഷാർ വെള്ളാപ്പള്ളി? ഇപ്പം കോട്ടയം യൂണിയൻ്റെ ചെയർമാനാണ് അദ്ദേഹം. കോട്ടയംകാരെ രക്ഷിക്കാൻ വേണ്ടി അവർ കുടുംബക്കാരെ വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുക. കോട്ടയം യൂണിയൻ 106 ശാഖകളുള്ളൂ കോട്ടയത്ത്. കേരളത്തിൽ ഏറ്റവും വലിയ യൂണിയനാണ്. മനസ്സിലായോ? ആ ജിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. വേണ്ടല്ലോ, തൊടുപുഴ നിങ്ങളല്ലേ ഭരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി. എന്താ തൊടുപുഴയുടെ കോളേജിന് നിങ്ങൾ നിലനിർത്താൻ കഴിയാൻ? ബാങ്ക് കൊണ്ടുപോയില്ല മോനെ. എന്തിനാ മക്കളെ ഇതും പറഞ്ഞ് നടക്കുന്നത്? എന്നാൽ ബാങ്കിൻ്റെ കയ്യെ കയറി പിടിക്കാൻ എന്താണ്? ഗോപാലൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ പോലെ ബാങ്ക് തട്ടിയെടുത്തു എന്ന് പറയാത്തതിനോടോ മിസ്റ്റർ തുഷാർ താൻ? ശരിയാണോ ഞാൻ ചോദിച്ചത്? കടുത്തുരുത്തി SNDP യൂണിയൻ്റെ എവിടെ പോയി? ഗോപാലൻ തട്ടിയെടുത്താണോ അതോ ബാങ്ക് തട്ടിയെടുത്തോ? ചങ്ങനാശ്ശേരി, കുട്ടനാട് മൊത്തം പഠിച്ചു. കോതമംഗലം അതും ബാങ്ക് കൊണ്ടുപോയി. അതെ. അപ്പോൾ ഇത് തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനമുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ ആർക്കും ഉന്നയിക്കാം, നിയമവഴിയിലൂടെ പോവുകയും ചെയ്യാം. ഇപ്പോൾ ഗോപാലനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ആരോപണങ്ങൾ ശരിയെങ്കിൽ, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയെങ്കിൽ ശിക്ഷ ചെയ്യപ്പെടുകയും അതല്ല എങ്കിൽ അവർ നിരപരാധികളാണെന്ന് തെളിയുകയും ചെയ്യണം. അത് തന്നെയാണ് എക്കാലത്തെയും ആവശ്യം എന്ന് പറയുന്നത്. ഈ നിരപരാധികളാണെന്ന് തെളിയിച്ചു വരുമ്പോൾ കാലം പോകുമല്ലോ. 2010 കള്ളക്കേസ് കുടുക്കി എന്നെ പീഡിപ്പിച്ചതാണ്. അതിനുശേഷം നിരന്തരമായ പീഡനം. എന്നെ ഇതിനകത്ത് ഉറപ്പായിട്ടും അക്യൂറ്റ് ചെയ്യുകയും ഇതൊരു മലീഷ്യസ് പ്രോസിക്യൂഷൻ്റെ ട്രെൻഡിലേക്ക് വരുമെന്ന് അറിഞ്ഞപ്പോഴേ ഇത് ഹൈക്കോടതി കൊണ്ട് സ്റ്റേ മേടിച്ചിട്ടിരിക്കുകയാണ് 3 വർഷമായിട്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ സംവിധാനം. പിന്നെ ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്നാണ് പറയുന്നത്. ദൈവം സത്യം കണ്ടുപിടിക്കും, സമയമെടുക്കും. അപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരോപണം തെളിയിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. ഇപ്പോൾ ഗോപാലേട്ടനെ പോലുള്ള ഒരാൾക്കെതിരായി അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ താങ്കൾക്ക് ഈ ഇൻ്റർവ്യൂ തരുന്നതിൽ പോലും ഞാൻ വൈകിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡാണ് ഞാൻ. അത് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വ്യക്തിപരമായ ആവശ്യത്തിന് ഇന്ന് വരെ ഗോപാലേട്ട എനിക്കൊരു 100 രൂപ വേണം, എനിക്കൊട്ട് വേണ്ടതാനും ഞാൻ ആഗ്രഹിക്കത്തുമില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു സ്ഥാനമാനങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് നിൽക്കുന്നു. എനിക്കൊരു സ്ഥാനമാക്കി, ഞാനൊരു ശാഖാ സെക്രട്ടറി പോലും ആകാനില്ല മേഘാനി. എൻ്റെ കൊതിയൊക്കെ തീർന്നു. ഇത്രയും റെസിപ്രോക്രസി ഇല്ലാത്ത, ഇത്രയും നന്ദിയില്ലാത്ത ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളെപ്പോഴുള്ള ആളുകളുടെ ജീവിതം കൊടുത്തതിന് വേണ്ടിയിട്ട്. എൻ്റെ 1/4 നൂറ്റാണ്ട് ചെറിയ കാര്യമല്ല. നൗ ഐ ആം ഗോയിങ് ടു 60. 55 കഴിഞ്ഞിട്ട് ഒരാളാകുമ്പോൾ അവൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ നല്ല കാലം മുഴുവൻ വെള്ളാപ്പള്ളി നടേശൻ സാറിനോടൊപ്പം ഇന്ത്യ രാജ്യത്തിനകത്തും ഇന്ത്യ രാജ്യത്തിന് വെളിയിലും അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തവനാണ് ഞാൻ. പ്രതിഫലമില്ലാതെ ഞാൻ കേരളത്തിലെ തൊടുപുഴ യൂണിയൻ, കട്ടപ്പന യൂണിയൻ, മലനാട് യൂണിയൻ, ഹൈറേഞ്ച് യൂണിയൻ, പാലാ യൂണിയൻ, ഇത്രയും യൂണിയൻ ഭരിച്ച ആളാണ് ഞാൻ. എവിടെ നിന്നെങ്കിലും KM സന്തോഷ് കുമാർ ശമ്പളം എടുത്തതായിട്ട് ഒരു രേഖ തുഷാർ കാണിക്കട്ടെ. ഞാൻ പാലാ യൂണിയനിൽ 17 കൊല്ലം യൂണിയൻ സെക്രട്ടറി കസേര ഇരുന്നു. യൂണിയൻ സെക്രട്ടറി അലവൻസ് 10,000 രൂപയാണ്. 10,000 രൂപ വെച്ച് ഓരോ മാസവും ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ എൻ്റെ കണ്ടെന്നു. ഇപ്പോൾ 1-ാം തീയതി ആവുമ്പോൾ യൂണിയൻ സെക്രട്ടറി ഓണറേറിയം 10,000 ചെലവ്. അടുത്ത ഹെഡ് എന്നാണെന്നറിയോ? യൂണിയൻ സെക്രട്ടറി ഓണറേറിയം സംഭാവന തിരികെ 10,000. അല്ലേ തുഷാറും വെള്ളാപ്പള്ളിയും പറയട്ടെ,
കേരളത്തിലാദ്യം യൂണിയൻ്റെ കണക്കുകൾ SNDP യൂണിയൻ്റെ കണക്ക് കേരളത്തിലാദ്യം ഈ ഇരിക്കുന്ന ഞാനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് തുടങ്ങിയത്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ പല കാര്യങ്ങളിലും ഞങ്ങളെപ്പോഴും ആൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്, നിലപാടുകളിൽ നിന്ന് മാറത്തില്ല. അതുകൊണ്ട് തുഷാർ സാറിനെ പോലുള്ള ആൾക്ക് ഭൂഷണമല്ലത്. അതല്ല, ഒരു യോഗം വൈസ് പ്രസിഡന്റിൻ്റെ പദപ്രയോഗങ്ങളാണ്. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു ജുഡീഷ്യൽ ഓഫീസർ ആരാന്ന് ഞാൻ പറയത്തില്ല, ഒരു വലിയൊരു ജുഡീഷ്യൽ ഓഫീസർ, നല്ല തൻ്റെ ഉള്ള ബോൾഡായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ. ഇയാളും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഇദ്ദേഹമായിട്ട് സംസാരിക്കാനിട വന്നു. അതേ SNDP കാരനുമല്ല. അതേ എന്നോട് പറയുകയാണ്, എൻ്റെ സന്തോഷ് കുമാരെ ഇത്രയും അഗ്ലിയായിട്ടുള്ള ഒരുത്തിൻ്റെ ഡോക്ടർ പൽപ്പുവിൻ്റെ കസേര കൊണ്ടിരുത്തിയിട്ടുള്ളൂ. സത്യം. അന്ന് ചാരായം കുടിച്ച് നടന്നവനാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി. അന്ന് ഈ എൻ്റെ ഉണ്ടായിരുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഒരു വെള്ളം അടിച്ച് പൂസായിട്ട് എന്നെ വിളിച്ചു, ഇതേ സന്തോഷേ. ഞാൻ ഞെട്ടി, ഫോൺ വെച്ചു. ജീവിച്ചിരിപ്പുണ്ട്. ഓ, ബത്തേരി, ഷാജി ബത്തേരി. എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഇതായിരുന്നു. ഞാൻ ഷാജി ബത്തേരി വിളിച്ച്, എടാ ഈ മനുഷ്യൻ രാവിലെ ഭയങ്കര വിഷയം, എന്നെയും വിളിച്ചെന്ന് പറഞ്ഞു. വെള്ളം അടിച്ച് വിളിക്കും. അപ്പോൾ ഞാൻ ഈയിടെ വാണമായിട്ട് നടക്കുന്ന ഒരുത്തുണ്ട്, അനിരുദ്ധ് കാർത്തികേയൻ, ഇടയർത്തായിട്ട് നടക്കുന്നവർ. ഇപ്പം അവനാണ് ഈ രാഷ്ട്രീയ നേതാവ്, വലിയ ആളാണ് ഇപ്പം പുള്ളിയൊക്കെ. അപ്പം ഞാൻ അനിരുദ്ധിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൂട്ടി ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു, വിളിപ്പിക്കരുത്. കാരണം എനിക്ക് ബുദ്ധിമുട്ടാണ്, യോഗം വൈസ് പ്രസിഡന്റ് അങ്ങനെ ആകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അത്രയും നിലവാരം കുറഞ്ഞ ഒരാളാണ് ഗോകുലം ഗോപാലിനെ അറ്റാക്ക് ചെയ്ത് വൃത്തിയോട് പറയുന്നത്. തെറ്റാണോ അദ്ദേഹം പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ പറയാവോ? നടത്തുന്ന ഇവന്റെ അച്ഛൻ്റെ പ്രായമില്ലേ? ശ്രദ്ധിക്കേണ്ടിയിരിക്കും, വളരെ സൂക്ഷിക്കണം. അത് അദ്ദേഹം ആരാണ്? അപ്പം എന്നെ സംബന്ധിച്ച് അത് കേട്ടപ്പോൾ ഒരു വിഷമം പോലെ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയൊക്കെ പറയുക, ഇതിനകത്ത് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോവല്ലേ. ഇപ്പം മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് പറഞ്ഞ ആളുടെ അനുയായിയാണല്ലോ തുഷാർ സാറ്. തുഷാർ സാറ് പറയുന്നത് മദ്യം ഉദ്ദേശിക്കുന്നത് കള്ളിനെ കുറിച്ച് മാത്രമാണ്, ബ്രാൻഡിയെക്കുറിച്ച് വിസ്കിയെക്കുറിച്ച് പറയുന്നതാണ്. അത് വിൽക്കുകയോ കുടിക്കുകയോ ചെയ്യാം. പുള്ളി അത് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചല്ലോ. അപ്പോൾ ഈ നിലവാരം മനസ്സിലായി. മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറയുന്നു ഗുരു പറഞ്ഞു. അത് കള്ളിനെക്കുറിച്ചും, അത് ഒള്ളി അബൌട്ട് ടോഡി, നോട്ട് അബൌട്ട് അറാക്ക് ആൻഡ് വിസ്കീസ് ബ്രാൻഡി എന്ന് പറയുന്ന വിദ്വാനാണിത്. ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഒരു ദിവസം ഇയാൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റിൻ്റെ തിണ്ണെ കീറുക, സന്തോഷ് 10 കോടി കട്ടോട്ട് പോയെന്ന്. ഞാൻ അന്ന് ഓർത്ത് ഇയാൾക്കെതിരെ കേസ് കൊടുക്കും. ഇവൻ്റെയൊക്കെ നമുക്ക് നേരമില്ല, നമുക്ക് തൊഴിൽ വേറെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നടക്കണ്ടേ. അപ്പം 10 കോടി കട്ടോട്ട് പോയത്. 10 കോടി രൂപ എൻ്റെ യൂണിയന് കണ്ടിട്ടില്ല. ഇല്ലാത്തത് കേൾക്കാൻ പറ്റൂ. ഇതാണ് തുഷാർ സാർ. അപ്പോൾ തുഷാർ സാറിനോടൊരു അഡ്വൈസ്, ഒരു വിനീതമായ ശുപാർശയാണ്, മാന്യമായ പദപ്രയോഗം. ഗോപാലൻ എന്നൊക്കെ വിളിക്കാതെ, മിസ്റ്റർ ഗോപാലെന്നോ, ഞാൻ മിസ്റ്റർ നടേശൻ എന്നാണല്ലോ നിങ്ങളുടെ അച്ഛനെ കുറിച്ച് പറയുന്നത്, അല്ലേ? അല്ല, മിസ്റ്റർ തുഷാർ, അത് വേണ്ട, അതൊക്കെ ശരിയല്ല. ചോദിക്കാനൊന്നും ഗോപാലായിട്ടാണ് ആര് ചോദിക്കുക? അയാൾക്ക് മലയാളം ഇയാൾക്ക് ദൈവദേശവും ചൊല്ലാൻ അറിയോ? ഈ തുഷാർ ദൈവദേശവും ചൊല്ലുവോ? ഒന്ന് കേൾപ്പിക്കാവോ? തുഷാർ ചോണയുണ്ടെങ്കിൽ ഗുരുഷോട്ടും ചൊല്ലി കേൾപ്പിക്കും. അല്ലെ ഗുരുസ്തവം ഒന്ന് ചൊല്ലി കേൾപ്പിച്ചേ. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കാം. നമുക്ക് കോട്ടയം പ്രസ് ക്ലബ്ബിൽ തുഷാർ നമുക്ക് ഒന്നിച്ചിരിക്കാം. കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം, നിങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ഞാൻ അങ്ങോട്ട് വരാം. പരസ്യമായ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാകണം. ഒളിച്ചും പാത്തും അടിക്കരുത്. ഇത് മുറിക്കകത്ത് കയറി തുണി അഴിച്ച് കാണിക്കുന്ന പോലെയാണ്. പുള്ളിയോട് നിറയ്ക്കാത്തിരുന്നിട്ട് ഇത് ഞാൻ വന്ന് നിങ്ങളോട് ഓപ്പണായിട്ടല്ലേ പറയുന്നത്. ഞാൻ വന്നിവിടെ ഓപ്പണായിട്ട് ഒന്ന് വർത്തമാനം പറയല്ലേ. മറ്റേതെങ്ങനെയാണ്? പുള്ളി മുറിക്കകത്തിരുന്നിട്ട് ഇത് പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. തെറ്റാത്. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വലിയ പൊസിഷനാണ്. ഒന്നാമത് നിങ്ങൾ അനർഹനാണ്, നിങ്ങളവിടെ അർഹതപ്പെട്ട് വന്ന ആളല്ല, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾക്ക് ഒരു യോഗ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ ശാഖാ സെക്രട്ടറി ആയിരുന്നു, ശാഖാ പ്രസിഡന്റ് ആയിരുന്നു, യൂണിയൻ സെക്രട്ടറി ആയിരുന്നു, യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു, ബോർഡ് മെമ്പർ ആയിരുന്നു. ഒന്നുമല്ല. വെള്ളാപ്പള്ളിയുടെ മകനായതുകൊണ്ട് യൂത്ത് മൂവ്മെന്റ് ചെയർമാനാക്കി. അല്ല എന്നാ, വെള്ളാപ്പള്ളിയുടെ മകനായതുകൊണ്ട് യോഗം വൈസ് പ്രസിഡന്റായി. വെള്ളാപ്പള്ളിയുടെ മകനായതുകൊണ്ട് SN ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയി. കിളിമാനു ചന്ദ്രബാബുവിൻ്റെ പെടലി വെട്ടിയിട്ടാണ് മകനെ ആക്കിയത്. കൂടെ നിൽക്കുന്നവരുടെ യൂസ് ആൻഡ് ത്രോ. പിന്നെ യൂസ് ആൻഡ് ത്രോ കഴിഞ്ഞാൽ ഈ അളിഞ്ഞു ചെല്ലുന്ന കുറവന്മാരുണ്ട്. പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാലും പിന്നെ തിരിച്ചു ചെല്ലുന്നവരുണ്ട്. ഇപ്പോൾ MP ശ്രീകുമാർ അങ്ങനെ പോയൊരു ചേട്ടനാണ്.
പിന്നെ സുഭാഷ് ചേട്ടൻ അങ്ങനെ പോകരുത്, ഞാൻ ചേട്ടൻ കാണിച്ച ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. സുഭാഷ് ചേട്ടൻ വെള്ളാപ്പള്ളി ഡ്രാക്കുളയാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. വെള്ളാപ്പള്ളിയുടെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാന്ന് പറഞ്ഞാൽ പുള്ളി പോയത്. പുള്ളി ഇപ്പോഴത്തെ അപ്പുറത്ത് വെള്ളാപ്പള്ളിയുടെ പാളത്തിൽ ചെന്നു. ഞങ്ങളുടെ എരുമേലിയിൽ ഒരു ശ്രീകുമാർ ഉണ്ടായിരുന്നു. രാവിലെ എരുമേലിയിൽ നിന്നും ശ്രീകുമാർ നമസ്കാരം ഇന്ന് രാവിലെ പുള്ളി ഒരു വീട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പുള്ളിക്ക് ഇതിന് വേണ്ടിയിട്ട്. വെള്ളാപ്പള്ളിയും കുടുംബത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉച്ചക്കൊരു വീഡിയോ, രാവിലെ ഒരു വീഡിയോ, വൈകിട്ടൊരു വീഡിയോ. അപ്പോൾ പുള്ളിയും ചെന്ന് അവിടെ കൂടി. അതെ, ഇപ്പോൾ നിലപാടുകളില്ലാത്ത ഈഴവരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? നിലപാട് വേണ്ടേ മേഘ? അതെ, അപ്പോൾ എന്തിനായാലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനമുണ്ടാകണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.